ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തേക്കൊന്ന് മടങ്ങി പോവാട്ടോ. എൻ്റെ ചെറുപ്പകാലത്ത് അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അന്നത്തെ പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ആട്ടുകല്ല് അരകല്ല് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ആട്ടുകല്ലും അരകല്ലും ആയ മിക്സി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി മട്ട അരിയാണെങ്കിലും വ്യത്യസ്തമാണ്, കാരണം അന്നത്തെ നെല്ല് കുത്തി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന അരിയാണ്. ഇതിപ്പോൾ വേറെ മേടിക്കുന്ന അരി. ഓക്കെ, അപ്പോൾ അരി ഇന്നലെ കഴുകി വെള്ളത്തിൽ രാത്രിയിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പം നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഊറ്റിക്കളയണം. നന്നായിട്ട് വെള്ളം നമ്മൾ ചോറ് വാർക്കില്ലേ, ചോറ് വാർക്കുന്ന നല്ല വാർത്തിട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നനവുണ്ട്. ഈ നനവ് വേണം, വല്ലാതെ ഡ്രൈ ആവരുത്. ഈ നനവോട് കൂടി തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് തേങ്ങയും ജീരകമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് അരച്ച് കൊണ്ടുവരാം. അരച്ചല്ല, പൊടിച്ച് കൊണ്ടുവരാം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകം ചേർക്കാം. തേങ്ങയും ജീരകം വല്ലാതെ അരയണ്ട, അതാണ് ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. മുമ്പ് ആട്ടുകല്ലിലാവുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ അരകല്ലിൽ രണ്ടിലും ചെയ്യുമായിരുന്നു അമ്മ. എന്നിട്ട് ജീരകം ഇട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ എല്ലാ ബാക്കിയുള്ളതും കൂടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് എല്ലാം അരച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്താലും മതി. അപ്പം നമ്മുടെ തേങ്ങ, ജീരകം, അരി എല്ലാം കൂടെ അരച്ചുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉരുട്ടുക. ഇത് നന്നായിട്ട് ഉരുട്ടുക എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ മധുരക്കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഷേപ്പിൽ ഉരുട്ടുകയൊന്നും വേണ്ട, ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഉരുട്ടിയാൽ മതി. എന്നിട്ട് ഞാനിത് സ്റ്റീമറിലിട്ടാട്ടോ വേവിക്കണത്. പക്ഷേ ചെറുപ്പകാലത്ത് അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നത് സ്റ്റീമറിലല്ല, വെള്ളം തിളപ്പിക്കും, വെള്ളത്തിലേക്കിടും, അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ സ്വാദൊന്നും വേറെ കേട്ടോ. എന്നിട്ട് ആ വെള്ളം കുടിക്കാൻ തരും. ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ കൊഴുക്കട്ട മുഴുവൻ പൊടിഞ്ഞു പോയി. അതെന്താണാവോ, ചിലപ്പോൾ അരിയുടെ ആയിരിക്കാം. അന്നൊക്കെ നെല്ല് കുത്തിയ അരിയല്ലേ, പിന്നെ കല്ലിൽ അരക്കണതിൻ്റെ ആവും, എന്താണാവോ. അത് വെള്ളത്തിലിട്ട് അതങ്ങനെ തന്നെ ഒട്ടും പൊടിഞ്ഞു പോവുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ വെള്ളം അമ്മ നമുക്ക് കുടിക്കാൻ, ഞങ്ങൾ രാവിലെ ഇത് കഴിച്ചിട്ട് കളിക്കാൻ പോകും. അന്ന് കളിയാണല്ലോ, പറമ്പിൽ കളിയാണല്ലോ. കളിക്കാൻ പോയിട്ടൊരു 10-11 മണിയാകുമ്പോൾ തിരിച്ച് വരുമ്പോൾ അമ്മ ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയ വെള്ളം, ഞങ്ങൾ ചോദിക്കും കൊഴുക്കട്ട വെള്ളം എന്നാണ് പറയണത്. അമ്മ കൊഴുക്കട്ട വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ കൊഴുക്കട്ട വെള്ളം ഒക്കെ കുടിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ഓർമ്മ ഇപ്പോൾ വരണ നൊസ്റ്റാൾജിയ. അപ്പോൾ നമ്മുടെ സ്റ്റീമറിലിട്ട് വേവിക്കാം. അപ്പോൾ ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മുളകും ഉള്ളിയും കൂടെ ചുട്ടിട്ടുള്ള ഒരു ചമ്മന്തി അരച്ചിട്ട് വരാം കേട്ടോ. അതും ഇതുപോലെ കല്ലിലാണ് അരച്ചിരുന്നത്. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ ആദ്യം മുളകൊന്ന് ചുട്ട് വന്നിട്ടുണ്ട്. മുളക് ചുട്ടിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഒറ്റ ക്രഷിൽ അത് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതിൽ പുളി ഇടില്ല കേട്ടോ, ഉപ്പ് ചേർക്കും, എന്നിട്ട് കറിവേപ്പിലയും ചേർക്കും. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, മുളക് ചമ്മന്തി. അത് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ കൊഴുക്കട്ട എന്തായെന്ന് നോക്കാം. കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. മിക്സിയിലാണെങ്കിൽ അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. കൊഴുക്കട്ട മുളക് ചമ്മന്തി. നിങ്ങൾക്കൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ആർക്കൊക്കെ നൊസ്റ്റു അടിച്ചു? ഓക്കെ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നാളെ വേറൊരു വിഭവമായിട്ട് വരുന്നത് വരെ ബായ്.